ഹായ്, ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണേ. പുട്ടും കടലക്കറിയാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് വെച്ചതെന്ന് നോക്കാമേ. കടല തലേദിവസം വെള്ളത്തിലിട്ട് ഒരുപാട് വെള്ളത്തിൽ കഴുകി ഒരു 6 വിസിലോളം കേൾപ്പിച്ച് വേവിച്ച് വെച്ചിട്ടുണ്ട്. ചീനിച്ചട്ടിയിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുത്ത് പട്ട, ഗ്രാമ്പൂ, ഏലയ്ക്ക, പിന്നെ ബേ ലീവ്സും എല്ലാം ഇട്ട് കൊടുത്ത് ഒന്ന് ചെറുതായിട്ട് വാടിക്കഴിയുമ്പോഴത്തേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ ശകലം മല്ലിയിലയും കൂടെ നല്ല പേസ്റ്റായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അതുകൂടി ഇട്ട് കൊടുത്ത് അതിൻ്റെ ആ ഈർപ്പം വെള്ളമൊക്കെ ഒന്ന് മാറുന്ന വരെ വഴറ്റിയിട്ട് ഒരു 2 സവാള ക്യൂബായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്ത് അതുകൂടി ഇട്ട് ഉപ്പുകൂടി ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് വാടി വന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. ഒരുപാട് അങ്ങ് വഴറ്റിയെടുക്കണ്ട. അത് കഴിയുമ്പോൾ മുളക് പൊടി 2 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മല്ലിപ്പൊടി 1.5 സ്പൂണോളമാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ചെറിയ സ്പൂണിന് മഞ്ഞൾപ്പൊടിയും ഗരം മസാലപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ഇത്ര ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. ഇനി നല്ല പുളി വേണം കറിക്ക്. അതിന് 2 തക്കാളിയാണ് ഞാൻ എടുക്കുന്നത്. ഇച്ചിരി വലിയ തക്കാളി തന്നെ. അതുകൂടി ഇട്ട് കൊടുക്കാമേ. എന്നിട്ട് നല്ലപോലെ വഴറ്റി കൊടുക്കാം. കടല ഒരു 6 വിസിലോളം കേൾപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല വെന്ത് വരുവേ. നല്ലപോലെ ഇളക്കി കൊടുക്കാം. തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റായിട്ട് വരണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് വന്ന് കഴിയുമ്പോഴത്തേക്കും വേണമെങ്കിൽ ഒന്ന് അടച്ചു വെക്കാമേ. എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നല്ല വഴണ്ട് വന്ന് കഴിയുമ്പം കടല നമുക്ക് വെച്ച് കൊടുത്തിട്ട് അതിനകത്തോട്ട് ഈ മിക്സ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം വേണമെങ്കിൽ ഇച്ചിരി കൂടെ ചേർത്ത് കൊടുത്ത് ഉപ്പൂടെ നോക്കണം. നല്ലപോലെ ഒന്ന് കടലയെല്ലാം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് നല്ല തിള വരുമ്പോഴത്തേക്കും ഒരു വിസിൽ കേൾപ്പിച്ചെടുക്കാം കേട്ടോ. നല്ല തിള വന്നിട്ടുണ്ട്. ഇതിനെ അടച്ചു വെച്ച് ഒരു വിസിൽ കേട്ട് കഴിയുമ്പോഴത്തേക്ക് ആവിയൊക്കെ പോയി കഴിയുമ്പോഴത്തേക്ക് ശകലം മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ കടലക്കറി റെഡിയാണേ. പുട്ടിന് ഞാൻ പൊൻകതിറിൻ്റെ പുട്ടുപൊടിയാണ് എടുത്തത്. അപ്പോൾ 1 ഗ്ലാസ് പുട്ടുപൊടിക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അത് ഇച്ചിരി നേരം ഒന്ന് മാറ്റി വെച്ചാൽ മതി. ഇതുപോലെ കിട്ടും. എന്നിട്ടൊന്ന് ഇളക്കി ഇതുപോലെ എടുത്താൽ മതി. നല്ല സോഫ്റ്റ് പുട്ടാണേ. ഇങ്ങനെ നനച്ചെടുക്കാൻ പറ്റും. അപ്പം തേങ്ങയും ചിരട്ടപ്പുട്ടാണ് ഉണ്ടാക്കുന്നത്. കുക്കറിലാണേ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ കടലക്കറി ഞാൻ മാറ്റിയിട്ടുണ്ട് കേട്ടോ. തേങ്ങയും പുട്ടിന് നനച്ചതുമൊക്കെ ഇട്ട് കൊടുത്ത് അത് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് പെട്ടെന്നാവുക, ഒന്ന് ആവി വന്നാൽ മതി. അപ്പോൾ കടലക്കറി റെഡിയായി. ഇച്ചിരി മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. ഇച്ചിരി ഗരം മസാലപ്പൊടിയും കൂടെ ലാസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കണം. എന്നിട്ടൊന്ന് ഇളക്കിയെടുത്താൽ മതി. കടലക്കറി റെഡിയാണേ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഫീഡ്ബാക്കും പറയണം. ബൈ.